ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ഗോതമ്പ് ദോശയാണ് കേട്ടോ. വെറും ദോശയല്ല, ഗോതമ്പ് മടക്ക് ദോശയെന്ന് പറയും. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചിട്ടിട്ട് തേങ്ങാപ്പീരയും ഏലക്കയും പഞ്ചസാരയും ചേർത്ത മിക്സ് വെച്ച് വീണ്ടും അത് രണ്ടായിട്ട് മടക്കി അപ്പുറവും ഇപ്പുറവും ഇട്ട് എടുക്കുന്നതാണ് മടക്ക് ദോശ, ഗോതമ്പ് മടക്ക് ദോശ കേട്ടോ. ഇത് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കല്ല് ചൂടായതിന് ശേഷം ലേശം എണ്ണ തടവി ഒറ്റ തവി മാവ് മതി കേട്ടോ, നൈസിന് പരത്തിയെടുത്തിട്ട് ഒരു വശം വെന്ത് കഴിയുമ്പോൾ അത് മറിച്ചിടണം. ഈ മറിച്ചിട്ട ദോശയുടെ മേളിലോട്ട് വേണം നമ്മൾ ആ തേങ്ങാ മിക്സ് വെക്കാൻ. ഇതിൽ പഞ്ചസാര, ഏലക്ക, തേങ്ങാപ്പീര, ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. തേങ്ങാപ്പീര ഇട്ട ഉടനെ മടക്കരുത്, കുറച്ച് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ. ഓപ്പോസിറ്റ് സൈഡ് നല്ല ചുവക്ക മൂക്കണം, നല്ല റെഡിഷ് കളറിൽ നല്ല മുരിഞ്ഞ നുറപ്പ് വന്നതിന് ശേഷം ഇത് നമുക്ക് മടക്കാം. ദോശ രണ്ടായിട്ട് മടക്കി ചട്ടുകം വെച്ചിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് ഇളകി വരില്ല. അകത്തെ ഫില്ലിങ് നല്ല ടൈറ്റായിട്ട് അകത്തിരുന്ന് പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ല സെറ്റായിക്കോളും. ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയും ഇൻസൈഡ് നല്ല മെൽറ്റഡ് വേർഷനും ആയിരിക്കും. നമുക്ക് ഓരോ ദോശയും അതുപോലെ ചുട്ടെടുക്കാം. ഒരാൾക്ക് ഒരു 3 ദോശ മതിയാവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. വേറെ എക്സ്ട്രാ സൈഡൊന്നും വേണ്ട, അകത്തെ ഫില്ലിങ് തന്നെ ധാരാളം ഈ ദോശ കഴിക്കാൻ. കൂടെ ഒരു കട്ടനൂടുണ്ടെങ്കിൽ സംഭവം പൊളിയായിരിക്കും കേട്ടോ. പിന്നെ ആകെ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം, 2 സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം. വെറുതെ വെന്താൽ മാത്രം പോരാ, നന്നായിട്ട് റെഡ് കളറിൽ മുരിഞ്ഞു വരണം. അപ്പോഴാണ് ആ മുരിഞ്ഞ ദോശയുടെയും അകത്തെ മെൽറ്റഡ് തേങ്ങാപ്പീരയുടെയും ഷുഗറിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അതിനൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം.